ഈ നേരത്താണല്ലോ ഇപ്പൊ ഇത് പറയുന്നത്. ആരാ ഇത് പറയുന്ന ആലോചിച്ച് നോക്ക് നിങ്ങൾ. കുത്തുകൊണ്ട് കിടക്കുന്ന നേരത്താണല്ലോ തന്നെ കാണാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ ഈ ഘട്ടത്തിലാണെങ്കിലും അയാൾക്ക് തെറ്റിപ്പോകരുത് എന്നുള്ള മനസ്സോട് ഉപദേശിക്കുന്നത്. നല്ല ഉപദേശം. മോനെ ചെറുപ്പക്കാരാ, തുണി ഒന്ന് കയറ്റിയെടുക്കുക, നിന്റെ വസ്ത്രത്തിനത് വൃത്തിയാണ്, റബ്ബിന് നീ ചെയ്യുന്ന തഖ്വയുമാണ്. ഇത് പറയുമ്പോ സഹോദരിമാരോട് പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, മറക്കേണ്ടതുപോലെ മറക്കേണ്ട അവയവങ്ങളൊക്കെ മറക്കണം. നഊദുബില്ലാഹ്. ഇപ്പൊ സ്കൂളിലും കോളേജിലും പോകുന്ന ചെറിയ കുട്ടികളടക്കം ഉമ്മമാരെ ശ്രദ്ധിക്കണം. പാന്റ് മേലോട്ട് പൊക്കിയിട്ട് തണ്ടങ്കാല് കാണിക്കുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. വലിയ മുസീബത്താണ്. പലയിടങ്ങളിലും നിങ്ങൾ നോക്ക്. എന്തിനാണ് ഈ പ്രദർശനം? തനിച്ച ഹറാമാണ്. ആ പ്രദർശനത്തിന്റെ ആവശ്യമില്ലല്ലോ. ആ പാന്റ് അവരെടുത്ത യൂണിഫോമിലെ പാന്റ് തായോട്ടിട്ടിട്ട് അവര് ധരിക്കുന്ന ചെരുപ്പും ഷോക്സും ഒക്കെ ധരിച്ച് ഭദ്രമായി പോന്നാ പോരെ. പിന്നെന്തിനാണ് ഇങ്ങനെ പൊക്കിയിട്ട് ഒരു അതേ കണങ്കാല് വരെ തണ്ടങ്കാല് വരെ എന്തിനാ കാണിക്കുന്നത്? അത്യാവശ്യം വെളുപ്പുണ്ട്, വേണമെങ്കിൽ നോക്കിക്കോളൂ എന്ന് പറയാനോ? പാടില്ല. ഉപദേശിച്ചു കൊടുക്കണം. വലിയവർ തന്നെ ആ മാതൃക സ്വീകരിച്ച് പുറത്തിറങ്ങുന്നത് കാണുന്നു. വലിയ അപകടകരമാണ്. തട്ടം തോളിലൂടെ അല്ല കേട്ടോ, തലയിലൂടെ നല്ല തട്ടമിട്ട് മറക്കേണ്ട മുഴുവൻ ഭാഗങ്ങളും മറക്കണം. പർദ്ദയാണ് ധരിക്കുന്നതെങ്കിലും ആ പർദ്ദ ഒന്ന് കൈപൊക്കിയാൽ കക്ഷഭാഗം വരെ കാണുന്ന കഫായതുകൊണ്ടൊരു പുരോഗതിയുമില്ല. നല്ല പർദ്ദയാണ്, പക്ഷേ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ചൊറിയാനോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോ മേലെ ഒന്ന് പിടിക്കോ ചെയ്താൽ താഴ്ഭാഗം വരെ ശരിയായ രൂപത്തിൽ കാണാൻ പറ്റും. ഒരു കുഴപ്പമില്ലാതെ കാണാൻ പറ്റും. ഇങ്ങോട്ട് ഇറങ്ങി വന്നതല്ലേ, കാരണം അത്രമാത്രം ലൂസാണ് ഇതിന്. അവിടെ ഫിറ്റായ രൂപത്തിൽ ധരിക്കണം. ഉമ്മു സലമ റളിയല്ലാഹു